ഹായ് അസ്സലാമു അലൈക്കും. സ്മിനറ്റ് ഹിബ. ഇന്ന് നമ്മൾ ലഞ്ചിന് ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. പാലക് മഷ്റൂം പനീർ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത് തക്കാളി, സവോള, അതുപോലെ തന്നെ പച്ചമുളക്, ഇത് മല്ലിയില, പുതിന, കുറച്ച് തേങ്ങ തിരുമ്മിയത്, പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി. അത് പേസ്റ്റ് ആയതുകൊണ്ട് പിന്നീട് കാണിക്കാം. പിന്നെ വേണ്ടത് ഇതേപോലെ ഗ്രീൻ പീസ്, ഇത് പാലക്ക്, പനീർ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആദ്യം നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുപ്പത്ത് വെച്ചു. അപ്പം അത് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യണം. ഒരു 2-3 സ്പൂണോളം ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അരച്ചു കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ചേരുവ, ഉള്ളി, തക്കാളി, മല്ലിയില, പുതിനയില, പാലക്ക്, അങ്ങനെയുള്ളതൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ഈ എണ്ണ ചൂടായി പറഞ്ഞാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എടുക്കണം. അപ്പം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇഞ്ചി പേസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നമുക്കിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം. നല്ല ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് പാകത്തിനിടാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളിതിലോട്ട് ഈ പനീർ, അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ട് ഈ പനീറിലും ഗ്രീൻ പീസിലും നന്നായിട്ട് ഇത് പിടിച്ചു തരണം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം, വറ്റിച്ചെടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ